അസ്വസ്ഥമായ എൻ്റെ മനസ്സിന് സമാധാനം ലഭിച്ചു? ഇല്ല. എങ്കിലും ഈ പഴയ നഗരത്തിലേക്ക് തിരിച്ചു വരുമ്പോഴൊക്കെ എന്തെന്നില്ലാത്തൊരാശ്വാസം എനിക്ക് ലഭിക്കാറുണ്ട്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഞാൻ വിട്ടുപിരിഞ്ഞ എൻ്റെ അമ്മയാണ് ഈ നഗരം. ഇവിടുത്തെ ഇടുങ്ങിയ തെരുവുകളും വലിയ മൈതാനവും അമ്പലവും പള്ളിയും എല്ലാറ്റിനും ഉപരിയായി ഈ ഇടിഞ്ഞുപൊളിഞ്ഞ കോട്ടയും എൻ്റെ സ്വന്തമാണെന്ന് എനിക്ക് തോന്നുന്നു. ഇവിടുത്തെ ഓരോ മണൽത്തരിയും എനിക്ക് വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണ്. ഇവിടെ വച്ചാണ് ഞാൻ 1 കൊല്ലം മുമ്പ് ഒരു പുതിയ മനുഷ്യനായത്. മറയാൻ പോകുന്ന സൂര്യന്റെ രശ്മികൾ കാറ്റാടിയുടെ തൂങ്ങിക്കിടക്കുന്ന ചില്ലകളിലൂടെ കടന്നു വരുമ്പോൾ ആളുകൾ കടൽക്കരയിൽ നിന്നും മടങ്ങുകയായിരുന്നു. കുറച്ചു പേരേ ഉണ്ടായിരുന്നുള്ളൂ. ഉള്ളവരിലധികവും പ്രായം കൂടിയവരായിരുന്നു താനും. മഞ്ഞ് വീഴുന്നതിന് മുമ്പേ വീട്ടിലെത്തണമെന്ന നിർബന്ധത്തോടെയാണ് അവർ നടന്നിരുന്നത്. കഴുത്തിൽ മഫ്ലർ ചുറ്റിക്കെട്ടി വലിയ ചൂരൽവടികൾ ചുഴറ്റിക്കൊണ്ടവർ എന്നെ കടന്നുപോയി. ചെറുപ്പക്കാർക്കൊരു ബദ്ധപ്പാടും കണ്ടില്ല. കൈകോർത്ത് പിടിച്ചും തോളോട് തോളുരുമയും അവർ പതുക്കെ പതുക്കെ നടന്നകന്നപ്പോൾ എന്തുകൊണ്ട് ഇരുട്ട് വേഗം പരക്കുന്നില്ല എന്ന വിഷാദമേ അവർക്കുള്ളുവെന്ന് എനിക്ക് തോന്നി. അവരാരും തന്നെ എന്നെ ശ്രദ്ധിച്ചില്ല. പക്ഷേ ഞാൻ അവരെ സൂക്ഷിക്കുന്നുണ്ടായിരുന്നു. കുറെ മുമ്പായിരുന്നുവെങ്കിൽ ഞാൻ അവരെ നോക്കി അസൂയപ്പെട്ടേനെ. ഒരു നെടുവീർപ്പോടെ പറഞ്ഞുവെന്ന് വരും, ആഹ്ലാദിക്കാൻ മാത്രം പിറന്ന ഭാഗ്യശാലികൾ. ആഹ്ലാദം. എനിക്ക് ചിരി വന്നു. കാരണമുണ്ട്. എനിക്കറിയാം അവരിൽ വലിയൊരു ഭാഗം ആഹ്ലാദിക്കാൻ കഴിയാത്തവരാണെന്ന്. കൃത്രിമമായ ഒരു ആവരണമണിഞ്ഞുകൊണ്ട് അവർ എവിടേക്കോ ഒഴുകി പോവുകയാണ്. ആത്മവഞ്ചനയുടെ ഏത് വൈതരണിയിലേക്കോ ഒന്നിനോടും ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് കഴിയുകയുമില്ല. മനുഷ്യന്റെ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ബന്ധങ്ങളെക്കുറിച്ച് ഞാൻ ആലോചിച്ചു. പണ്ടും പലപ്പോഴും അങ്ങനെ ആലോചിച്ചിട്ടുണ്ട്. എങ്കിലും അന്നൊന്നും അവ അഴിച്ചു നീക്കുവാൻ കഴിയുന്ന കുരുക്കുകളാണെന്ന് മനസ്സിലായിരുന്നില്ല. പക്ഷേ ഇന്നെനിക്ക് മനസ്സിലായോ? ഞാൻ സ്വയം ചോദിച്ചു. എൻ്റെ സ്വന്തം കുരുക്കൾ ഞാൻ അഴിച്ചു നീക്കി കളഞ്ഞുവോ? ഹൃദയത്തിലെ പഴയ മുറിവ് വീണ്ടും പൊട്ടി ചോരകിനിയുവാൻ തുടങ്ങി. എൻ്റെ മനസ്സ് അസ്വസ്ഥമാവുകയാണ്. അപ്പോഴാണ് ആ ശബ്ദം കേട്ടത്. ആരോ പൊട്ടിച്ചിരിക്കുന്നു. ഞാൻ തിരിഞ്ഞു നോക്കി. പ്രകാശം പരത്തുന്ന ആ പെൺകുട്ടി. ഞാൻ അത്ഭുതപ്പെട്ടില്ല. അവളെ ഞാൻ എപ്പോഴും എവിടെയും പ്രതീക്ഷിക്കാറുണ്ട്. ഇരുട്ടു നിറഞ്ഞു കിടന്നിരുന്ന എൻ്റെ ജീവിതത്തിൽ ഒരു കൊള്ളിമീൻ പോലെ അവൾ പെട്ടെന്ന് മിന്നിമറയുകയാണുണ്ടായത്. മായാത്തൊരോർമ്മയായി അവൾ അവശേഷിക്കുകയും ചെയ്തു. എൻ്റെ ആത്മാവിൽ എന്ന് തന്നെ പറയട്ടെ, അവളെ ഞാൻ വീണ്ടും കാണുകയാണ്. എൻ്റെ ശരീരത്തിലെ ഓരോ അണുവും ത്രസിച്ചു. അവളുടെ കൂടെ അനുജത്തിയും അനുജനും ഉണ്ടായിരുന്നു. രണ്ടുപേരെയും കൂട്ടി പൂഴി വിരിച്ച നടപ്പാതയിലൂടെ അവൾ നടന്നു വരികയാണ്. പാവാടയ്ക്ക് പുറമെ റെയിൻബോ ജോർജറ്റിന്റെ ഒരു ധാവണി കൂടി അവൾ ചുറ്റിയിരുന്നു. അവൾ അല്പം വലുതായിട്ടുണ്ട്. ആ പയ്യൻ ചരലിൽ കെട്ടിയ ഒരു തകരവിമാനം ഉറക്കെ കറക്കിക്കൊണ്ടിരുന്നു. എന്തോ പറഞ്ഞവർ ഉറക്കെ ചിരിച്ചു. വല്ല തമാശയുമായിരിക്കും. അവരുടെ ലോകത്തിൽ തമാശയ്ക്ക് മാത്രമേ സ്ഥാനമുള്ളൂ. എന്റെ മുമ്പിലൂടെ കടന്നുപോയപ്പോൾ ഞാൻ അവളെ നല്ലപോലെ കണ്ടു. വിശുദ്ധിയുടെ കണ്ണാടിയായിരുന്നു ആ മുഖം. അതങ്ങനെ തന്നെ ആയിരിക്കുകയും ചെയ്യും. സന്ധ്യയുടെ നേരിയ വെളിച്ചത്തിൽ ആ മരച്ചുവട്ടിൽ ഒരു ശിലാപ്രതിമ പോലെ ഇരിക്കുന്ന എന്നെ കാണുമ്പോൾ അവൾ ഭയപ്പെട്ടു പോകുമെന്നാണ് ഞാൻ വിചാരിച്ചത്. എന്നെ അവൾ നോക്കുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു. പ്രത്യേകിച്ച് കാരണമുണ്ടായിട്ടൊന്നുമല്ല. അവൾ എന്നെ നോക്കും, അത്ര തന്നെ. ഞാൻ കാത്തു നിൽക്കുകയായിരുന്നു. എന്റെ പ്രതീക്ഷ ശരിയായി. അവൾ എന്നെ നോക്കി. ഭയം കൊണ്ട് ചൂളിപ്പോകുന്നതിന് പകരം ആ കുട്ടി പുഞ്ചിരിച്ചു. അവൾ പേടിച്ചില്ല. എന്തിനാണ് പേടിക്കുന്നത്? സ്വതവേ മനോഹരമായ ആ മുഖം കൂടുതൽ മനോഹരമായി തോന്നി. എന്തുകൊണ്ടോ എൻ്റെ കണ്ണുകളിൽ വെള്ളം നിറഞ്ഞു. അവൾക്കെന്നെ മനസ്സിലായോ എന്തോ. കണ്ണിൽ നിന്ന് മറയുന്നത് വരെ ഞാൻ അവളെ തന്നെ നോക്കിക്കൊണ്ടിരുന്നു. കാറ്റാടിയുടെ ചില്ലകളുടെ ഇടയിലൂടെ ചൂളം വിളിക്കുന്ന കാറ്റും കോട്ടയുടെ പാറക്കെട്ടിൽ വന്നടിക്കുന്ന തിരയും ആ പെൺകുട്ടിയുടെ പൊട്ടിച്ചിരി ആവർത്തിക്കുകയാണെന്ന് എനിക്ക് തോന്നി. അന്തിച്ചുവപ്പ് പൂർണ്ണമായി മായുകയും ആകാശത്തിന്റെ കോണിൽ ഏതാനും നക്ഷത്രങ്ങൾ തെളിയുകയും ചെയ്തു. ഞാൻ അവിടെ നിന്ന് എഴുന്നേറ്റില്ല. മഞ്ഞണിഞ്ഞ പർവ്വതത്തിന്റെ ചരിവിൽ ധ്യാനലീനനായിരിക്കുന്ന ഒരു യോഗിയെപ്പോലെ ഞാൻ മരച്ചുവട്ടിലിരുന്നു. ഈറൻ പിടിച്ച അന്തരീക്ഷം, ഇരുട്ട്, എങ്ങും വെങ്ങി നിൽക്കുന്ന മൂകത. കടൽ പോലും തെല്ലടങ്ങിയിരിക്കുകയാണ്. ആ പെൺകുട്ടിയെ ആദ്യമായി കണ്ടുമുട്ടിയ ദിവസം ഞാൻ ഓർത്തു. നിഗൂഢമായൊരു ഉദ്ദേശം ഹൃദയത്തിൽ ഒളിച്ചു വെച്ചുകൊണ്ട് ഇവിടുത്തെ തെരുവുകളിലൂടെ ഞാൻ അലയുകയായിരുന്നു. എന്നെ സ്നേഹിച്ചിരുന്ന ഏതാനും ചിലരെ രാവിലെ തന്നെ ചെന്ന് കണ്ടു. ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും ഉണ്ടായിരുന്നില്ല. എന്റെ പെരുമാറ്റം അവരെ അമ്പരപ്പിച്ചുവെന്ന് തോന്നുന്നു.
അവർ ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, വെറുതെ കണ്ടുപോകാൻ വന്നതാണ്. ഒരുപക്ഷേ അടുത്തൊന്നും ഇങ്ങോട്ട് വരാൻ തരപ്പെട്ടു എന്ന് വരില്ല. എൻ്റെ ശബ്ദം അപ്പോൾ ഇടറിയിരിക്കണം. എങ്കിലും ഞാൻ പറഞ്ഞത് അവർ വിശ്വസിച്ചു. ഒരിടത്തും സ്ഥിരമായി നിൽക്കുന്നവനല്ല ഞാനെന്നവർക്കറിയാം. നടന്ന വഴി